ഹായ്, കഴിഞ്ഞ ക്ലാസ് കണ്ടല്ലോ അല്ലേ? നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സോണറ്റ് എന്ന ടോപ്പിക്കാണ്. ടോപ്പിക് എൻഡ് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇതിൽ രണ്ട് കാര്യം കൂടി എക്സ്ട്രാ പഠിക്കാനുണ്ട്. ഒന്ന്, സോണറ്റ് സൈക്കിൾ എന്താണ് എന്നും രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് കർത്താൽ സോണറ്റ് എന്നുമാണ്. അതാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പഠിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, സോണറ്റ് സീക്വൻസ്. എ സോണറ്റ് സീക്വൻസ് ഈസ് അതർവൈസ് കോൾഡ് എ സോണറ്റ് സൈക്കിൾ. Sonnet sequence or sonnet cycle. The sonnet sequence or sonnet cycle is actually a sequence or a collection of sonnets. A collection of sonnets written by a single writer. Okay, a single poet. അപ്പോൾ ഒറ്റ കവിയാണ് സോണറ്റ് സൈക്കിൾ എഴുതുക. ഈ സോണറ്റ് സൈക്കിളിൽ ഒരുപാട് സോണറ്റുകളുടെ ഒരു കളക്ഷനാണ് നമ്മൾ കാണുക. ആൻഡ് ദീസ് സോണറ്റ്സ് വിൽ ബി കണക്റ്റഡ് ബൈ a single theme. That means all the sonnets in a sonnet cycle will be written on a single theme. Okay, ഒറ്റ തീം ഉപയോഗിച്ചായിരിക്കും ഇതെല്ലാം എഴുതുക. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റർ എഴുതുന്ന സോണറ്റുകളെല്ലാം കൂടി ചേർത്തൊരു ബുക്കാക്കിയാൽ അതൊരിക്കലും സോണറ്റ് സീക്വൻസ് അല്ല. ഒരു റൈറ്റർ എഴുതണം, ഒപ്പം അതൊരു സിംഗിൾ തീം ഷെയർ ചെയ്യണം. അപ്പോൾ PSC എക്സാമിന് വേണ്ടി നമ്മൾ ഓർത്തു വെച്ചേക്കണം, സോണറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് തീമാറ്റിക്കലി ലിങ്ക്ഡ് ആണ്. തീമാറ്റിക്കലി ലിങ്ക്ഡ്. ഓക്കെ, തീം കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ട സോണറ്റുകളുടെ കൂട്ടമാണ് സോണറ്റ് സീക്വൻസ്. ഓക്കെ ആണല്ലോ. ഇനി ഈ സോണറ്റ് സീക്വൻസ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞു സോണറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഇറ്റലി ഇൻ ദി ഹാൻഡ്സ് ഓഫ് പെട്രാർക്ക്. ഓക്കെ, അതിന് മുൻപും ആൾക്കാർ ഇത് എഴുതിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സോണറ്റിനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫോമാക്കി മാറ്റിയത് പെട്രാർക്കായിരുന്നു. ഈ പെട്രാർക്ക് എന്ന് പറയുന്ന കവി സോണറ്റ് എന്ന രൂപത്തെ എഴുതിയത് തന്നെ സോണറ്റ് സൈക്കിളായിട്ടാണ്. ഓക്കെ, അപ്പോൾ സോണറ്റ് ശരിക്കും പോപ്പുലർ ആയി തുടങ്ങിയത് പോലും സോണറ്റ് സൈക്കിൾ എന്ന രൂപത്തിലാണ്. ഈ സോണറ്റ് സൈക്കിൾ ഒരു തീം കൊണ്ട് ലിങ്ക്ഡ് ആകണം എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഐ ടോൾഡ് യു, all the sonnets written by Petrarch had been dealing with only one topic, only one subject, and that is love. And all the poems had been addressed to a single idealized woman, and her name was Laura. ഓക്കെ, ലോറ എന്ന ഒരു സ്ത്രീ അഡ്രസ് ചെയ്യുന്ന ലവ് എന്ന സെൻട്രൽ തീമോട് കൂടിയ ഒരു കൂട്ടം കവിതകളായിരുന്നു പെട്രാർക്ക് എഴുതിയത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ തീമാറ്റിക്കലി ലിങ്ക്ഡ് ആയല്ലോ. എഴുതിയത് ഒറ്റയാളല്ലേ, പെട്രാർക്ക് മാത്രമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സോണറ്റ് സൈക്കിളാണ്. ആൻഡ് ദാറ്റ് സോണറ്റ് സൈക്കിൾ വാസ് ടൈറ്റിൽ ഇൽ കാൻസനയർ. ഓക്കെ, ഇൽ കാൻസനയർ. ഓക്കെ, കാൻസനിയറെ എന്നല്ല വായിക്കുന്ന കാൻസനിയർ എന്നാണ്. ഇൽ കാൻസനിയർ എന്നായിരുന്നു ആ സോണറ്റ് സീക്വൻസിൻ്റെ പേര്. ദെൻ ഈ സോണറ്റ് സീക്വൻസ് ഇംഗ്ലണ്ടിലും വളരെ പോപ്പുലറായി. And the first English sonnet cycle was Philip Sidney's Astrophel and Stella. Astrophel and Stella. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലെ ആദ്യത്തെ സോണറ്റ് സൈക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം, അസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല. ആൻഡ് ദ റൈറ്റർ വാസ് ഫിലിപ്പ് സിഡ്നി. ഫിലിപ്പ് സിഡ്നി. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1591. 1591 ആദ്യത്തെ സോണറ്റ് സൈക്കിൾ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യുന്നത്. റൈറ്റേഴ്സ് നെയിം വാസ് ഫിലിപ്പ് സിഡ്നി ആൻഡ് ദ ടൈറ്റിൽ വാസ് അസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല. അസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല. ഓക്കെ, ദെൻ in every 6 years that followed, a sonnet cycle appeared in England. ഓക്കെ അല്ലേ, ഓരോ 6 വർഷം കൂടുമ്പോഴും കൃത്യമായിട്ട് മുടങ്ങാതെ ഒരു സോണറ്റ് സൈക്കിൾ എങ്കിലും ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സോണറ്റ് സൈക്കിൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൂടാതെ അപ്രധാനമായ ബാക്കിയുള്ളത് താഴേക്കും എഴുതിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്പെൻസർ, എഡ്മണ്ട് സ്പെൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞു അമോരത്തി എന്ന് പറയുന്ന ഒരു കളക്ഷൻ എഴുതി. ആൻഡ് ഇൻ ദാറ്റ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ റൈം, ഇന്റർട്വൈൻഡ് റൈം. ഓക്കെ, ദാറ്റ് അമോരത്തി വാസ് ഓൾസോ എ സോണറ്റ് സൈക്കിൾ. ദെൻ കെയിം ഷേക്സ്പിയർസ് സോണറ്റ്സ്. ദേ were written at different times. They were published in manuscripts separately, but in the end, they were collected and published under the title Sonnets in the year 1609. 1609 ഈ 154 സോണറ്റുകൾ അടങ്ങുന്ന സോണറ്റ് സൈക്കിൾ എന്ന രൂപത്തിലേക്ക് സോണറ്റ്സ് എന്ന പേരോടുകൂടി ഷേക്സ്പിയറുടെ ഈ ബുക്ക് പബ്ലിഷ്ഡ് ആവുന്നത്.
ഓക്കെ, അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത് 1609 154 സോണറ്റാണ് സീക്വൻസിലുള്ളത്. സോണറ്റ്സ് എന്നാണ് ഷേക്സ്പിയറുടെ സോണൽ ടൈറ്റിൽ. ദർ ഇസ് നോ അതർ ടൈറ്റിൽ. ഓക്കെ, ദെൻ ദർ കെയിം ജോൺ ഡൺസ് സോണറ്റ്സ്. ജോൺ ഡൺസ് സോണറ്റ് സൈക്കിൾ. They were called holy sonnets. Holy sonnets written by ജോൺ ഡൺ. ഇതിനകത്താകെ 19 സോണറ്റുകളാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അപ്പോൾ 19 സോണറ്റുകൾ അടങ്ങുന്ന ഒരു സോണറ്റ് സീക്വൻസിന്റെ പേരാണ് എന്തെന്ന് ഓർത്ത് വയ്ക്കുക, ഹോളി സോണറ്റ്സ്. ആൻഡ് ദ റൈറ്റർ വാസ്, ദ പോയറ്റ് വാസ് ജോൺ ഡൺ. Then there came Robert Lowell. Robert Lowell. And his collection came to be called The Dolphin. The Dolphin. ഓക്കെ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ ജോൺ ഡൺ. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം ഓർക്കുക, ഫിലിപ്പ് സിഡ്നിയുടെ അസ്റ്റഫൽ ആൻഡ് സ്റ്റെല്ല. പ്രത്യേകതയുണ്ട്, ഓർത്തിരിക്കണം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് വൺ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇംഗ്ലീഷിലെ ആദ്യത്തെ സോണറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് അസ്റ്റഫൽ ആൻഡ് സ്റ്റെല്ലയാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1591 ആൻഡ് ദ ടൈറ്റിൽ വാസ് അസ്റ്റഫൽ ആൻഡ് സ്റ്റെല്ല റിട്ടൺ ബൈ ഫിലിപ്പ് സിഡ്നി. മറക്കല്ലേ, ഒരു പോയിന്റ് ആണേ, ഒരു കാരണവശാലും മറന്നു പോകരുത്. പിന്നീട് ഏതൊക്കെയായിരുന്നു? സ്പെൻസേഴ്സ് സോണറ്റ് സൈക്കിൾ കെയിം ടു ബി നോൺ ആസ് അമോരത്തി. Then Shakespeare's sonnets came to be known as sonnets. John Donne wrote holy sonnets and Robert Lowell wrote The Dolphin. Then there are many other sonnet cycles. Okay, one notable one is Henry Constable's Diana. Henry Constable's Diana. Okay, the second one is Samuel Daniel's Delia. Samuel Daniel's Delia. Okay, then there comes Thomas Lord's Phyllis. Thomas Lord's Phyllis. Okay, then Michael Drayton wrote Ideas Mirror. Michael Drayton wrote Ideas Mirror. And then Richard Barnfield. Richard Barnfield wrote Sonnet to Cynthia. Sonnets to Cynthia. Okay, ഇവയാണ് ഇംഗ്ലീഷിലെ ഏറ്റവും അധികം അറിയപ്പെടുന്ന സോണറ്റ് സൈക്കിൾസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഹെൻറി കോൺസ്റ്റബിളിൻ്റെ ഡയാന, സാമുവൽ ഡാനിയൽസ് ഡീലിയ, തോമസ് ലോർഡ്സ് ഫിലിസ്, മൈക്കേൽ ട്രൈറ്റൻസ് ഐഡിയാസ് മിറർ ആൻഡ് റിച്ചാർഡ് ബാൻഫീൽഡ് സോണറ്റ് ടു സിന്ധിയ. സോണറ്റ്സ് ടു സിന്ധിയ. Okay, these are the most popular sonnet cycles in English. Now, let's come to the second topic. The topic is Kartal sonnet. Kartal sonnet. എന്താണ് കർത്താൽ സോണറ്റ്? It was actually a poetic form introduced by Gerard Manley Hopkins. Gerard Manley Hopkins. He wrote a collection of poems. All of them are not sonnets. Okay, എല്ലാം സോണറ്റുകളൊന്നുമല്ല, പലവിധ കവിതകൾ മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു കളക്ഷനാണ്. അപ്പോൾ നമുക്ക് സോണറ്റ് സൈക്കിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത്തരത്തിൽ ഒരു കവിതകളുടെ കളക്ഷൻ ഇത് എഴുതി. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1918. ആൻഡ് ദി ആന്തോളജി ഓഫ് പോയംസ് കെയിം ടു ബി നോൺ ആസ് പോയംസ്. ഓക്കെ, വേറെ പേരൊന്നും അതിനിട്ടിട്ടില്ല, എൻ്റെ പേര് പോയംസ് എന്ന് തന്നെയാണ്. പോയംസ്, താഴെ ജെറാർഡ് മാൻലി ഹോപ്കിൻസ്, ഇത്രയും മാത്രമേ ഉള്ളൂ ടൈറ്റിൽ. സോ ഈ പോയംസ് എന്ന് പറഞ്ഞ കവിത പബ്ലിഷ് ചെയ്യുന്നത് 1918. 1918. He wrote a preface to the poems. He wrote a preface or an introduction to the poems. It was in this preface that he first used the term Kartal sonnet. Kartal sonnet. Not Kartal sonnet, but Kartal sonnet. And a Kartal sonnet actually means a sonnet that is curtailed or a sonnet that is cut short. കാരണം സോണറ്റിൻ്റെ വരികളുടെ എണ്ണം അറിയാമല്ലോ, 14 വരികളാണ്. ഈ 14 വരികളെ നമ്മളൊരു 10 വരിയായിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ പറയുന്ന കർത്താൽ സോണറ്റ്. അങ്ങനെ 14 വരി സോണറ്റിനെ 10 വരിയായിട്ട് കട്ട് ഷോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇതിനെ കർത്താൽ സോണറ്റ് എന്ന് പേരിട്ടതേ വിളിച്ചത്. ഇനി നമുക്കിത് ഏതൊക്കെ കവിതകളാണ് എന്ന് നോക്കാം. അപ്പോൾ കളക്ഷൻ്റെ പേര് മറക്കല്ലേ, പോയംസ് എന്നാണ് കളക്ഷൻ്റെ പേര്. പബ്ലിഷ് ചെയ്ത് 1918. ആദ്യമായിട്ട് കർത്താൽ സോണറ്റ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടത് എവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ഓർത്തിരിക്കണം, പ്രിഫേസ് ടു പോയംസ്. പ്രിഫേസ് ടു പോയംസ്, അതിലാണ് ഇത് ഉപയോഗിച്ചത്. ഉപയോഗിച്ച വ്യക്തിയുടെ പേര് മറക്കരുത്, ജെറാർഡ് മാൻലി ഹോപ്കിൻസ്. ജെറാർഡ് മാൻലി ഹോപ്കിൻസ്. Now come to the poems. In that collection, he included 2 poems. One was Pied Beauty and the other was Peace. Pied Beauty and Peace. Okay, ഈ 2 കവിതകളാണ് ഈ സ്ട്രക്ചറോട് കൂടി കർത്താൽ സോണറ്റ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്.
അപ്പോൾ ഏതൊക്കെയാണ് കർത്താൽ സോണറ്റ്സ്? ഒന്ന് പൈറ്റ് ബ്യൂട്ടിയും മറ്റൊന്ന് പീസും. എഴുതിയത് ജെറാഡ് മാൻലി ഹോപ്കിൻസ്. അപ്പിയർ ചെയ്തത് മറക്കരുത് പോയംസ് എന്ന് പറയുന്ന കളക്ഷനിൽ. ഓക്കെ, പബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം 1918. ഓക്കെ, ആദ്യമായിട്ട് കർത്താൽ സോണറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചത് ജെറാഡ് മാൻലി ഹോപ്കിൻസ് ആണ്. ഉപയോഗിച്ച വർക്ക് എന്ന് പറയുന്നത് പ്രിഫേസ് ടു പോയംസ് ആണ്. പ്രിഫേസ് ടു പോയംസ് ആണ്. ഇനി എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ, ദ ഫസ്റ്റ് പാർട്ട് ഇൻക്ലൂഡ്സ് 10 lines and those 10 lines are divided into one sestet and one quatrain. ഇറ്റാലിയൻ സോണറ്റ് ഓർമ്മയില്ലേ? അതിനകത്ത് ആദ്യം വരുന്നത് ഒരു ഒക്ടേവ് ആണ്, 8 വരി. അതിന്ന് 2 വരി കട്ട് ചെയ്തിട്ട് നമ്മൾ സെസ്റ്ററ്റ് ആക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഒരു സെസ്റ്ററ്റ് ആണ്, 6 വരിയാണ് വരേണ്ടത്. ഈ 6 വരിയെ കട്ട് ചെയ്ത് ഒരു ക്വാട്രൈൻ ആക്കുന്നു, 4 വരിയാക്കുന്നു. അപ്പം 2 പാർട്ടിലും 2 വരി വെച്ച് ലെസ്സായി. ഓക്കെ, ഓർത്തിരിക്കാൻ എളുപ്പം അതാണ്. ഒക്ടേവ് നിന്നും 2 വരി കട്ട് ചെയ്തു, സെസ്റ്ററ്റ് നിന്നും 2 വരി കട്ട് ചെയ്തു. ഓക്കെ, സോ ദർ ആർ 1 sestet and 1 quatrain in a Kartal sonnet. Plus, a half line will be added just like a tail piece. Okay, a half line will be added just like a tail piece. And they are printed. The half lines are printed at the end of a line. ഓക്കെ, ഒരു വരിയുടെ വലത്തെ അറ്റത്തോട്ട് മാറ്റി ഒരു ടെയിൽ പീസ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നതാണ് ഈ അവസാനത്തെ ഹാഫ് ലൈൻ. സം ക്രിറ്റിക്സ് ആർ ഓഫ് ഒപ്പീനിയൻ ദാറ്റ് the half line is to be treated as a full line. However, it is not popularly accepted. അതുകൊണ്ട് തന്നെ ഒരു കർത്താൽ സോണറ്റിൻ്റെ ലെങ്ത് ചോദിച്ചാൽ 11 lines എന്ന് നമ്മൾ പറയാറില്ല, 10.5 lines, 10.5 lines എന്നാ പറയാം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എങ്ങനെ വരിക? ഒരു സെസ്റ്ററ്റ്, ഒരു ക്വാട്രൈൻ, പിന്നീട് ഒരു സിംഗിൾ ലൈൻ. സിംഗിൾ ഹാഫ് ലൈനേ ഉള്ളൂ, അതുകൊണ്ട് മോണോ സ്റ്റിച്ച് എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ അടുത്തിലേക്ക് വരാമല്ലോ. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഇവിടെ ആദ്യത്തെ നമ്മൾ പറഞ്ഞു പൈറ്റ് ബ്യൂട്ടി, അതാണ് ഞാനിവിടെ PB എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ പൈറ്റ് ബ്യൂട്ടിയിൽ എൻഡിങ് ലൈൻ പ്രൈസ് ഹിം എന്ന് മാത്രമാണ്. പ്രൈസ് ഹിം. സോ ദ കർത്താൽ സോണറ്റ് ദാറ്റ് എൻഡ്സ് വിത്ത് ദ ലൈൻ പ്രൈസ് ഹിം ഈസ് പൈറ്റ് ബ്യൂട്ടി. ഓക്കെ, ഇതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. പൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന കവിതയാണ് പ്രൈസ് ഹിം എന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കവിതയാണ് പ്രൈസ് ഹിം എന്ന് എൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ കവിത ഏതാണ്? പൈറ്റ് ബ്യൂട്ടിയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ പീസ് എൻഡ്സ് വിത്ത് ഹി കംസ് ടു ബ്രൂഡ് ആൻഡ് സിറ്റ്. ഹി കംസ് ടു ബ്രൂഡ് ആൻഡ് സിറ്റ് എന്ന് എൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇതൊരു ഹാഫ് ലൈൻ ഒന്നും അല്ലല്ലോ, ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫുൾ ലൈൻ. അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ തൊട്ട് മുമ്പിലത്തെ ലൈൻ കൂടെ ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ, ഹി കംസ് വിത്ത് വർക്ക് ടു ഡു, ഹി ഡസ് നോട്ട് കം ടു കൂ. ഓക്കെ, അതാണ് ഈ വരിക്ക് തൊട്ട് മുമ്പ് വരുന്ന വരി. ഇപ്പം നോക്കിയേ, ഈ വരിയുടെ ലെങ്ത് ഇത്രയുമുണ്ട്, അതിൻ്റെ തൊട്ട് പിന്നാലെ വന്ന വരി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹാഫ് ലൈൻ ആയില്ലേ? സോ ആദ്യത്തെ കവിത പൈറ്റ് ബ്യൂട്ടി, അത് എൻഡ് ചെയ്യുന്നത് പ്രൈസ് ഹിം. രണ്ടാമത്തെ പീസ്, അത് എൻഡ് ചെയ്യുന്നത് ഹി കംസ് ടു ബ്രൂഡ് ആൻഡ് സിറ്റ്. He comes to brood and sit. Okay, now you have to keep in mind the rhyme scheme also. Okay, നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റാലിയൻ സോണറ്റ്, അതിൻ്റെ ഒക്ടേവ് എന്ന് പറയുന്നത് അതിന് സ്ഥിരം ഒരു റൈമുണ്ട് അല്ലേ? സ്ഥിരമായിട്ട് റൈമുണ്ട്, ഇത് മാറത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ആദ്യം വരുന്ന സെസ്റ്ററ്റിന് ഒരു സ്ഥിരം റൈമുണ്ട്. 2 കവിതയിലും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ആദ്യത്തെ റൈം ABC എന്നാണ്. ABC. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി അൻ ഇമിറ്റേഷൻ ഓഫ് ഇറ്റാലിയൻ സോണറ്റ് റൈം. അങ്ങനെയൊന്നുമില്ല, അനുകരണമൊന്നുമല്ല കേട്ടോ. ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് ABC. ഇനി അടുത്ത പാട്ടിലേക്ക് വരുമ്പോൾ ഒരു ക്വാട്രൈൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ ക്വാട്രൈനിൽ DBC എന്നാണ് പൈറ്റ് ബ്യൂട്ടി തുടങ്ങുന്നത്. DBC. പക്ഷെ അത് DCB എന്നാണ് പീസിൽ. ഓക്കെ, പീസിൽ വരുമ്പോൾ DCB, ഇത് തിരിച്ചാണ് DBC. പക്ഷെ തുടർന്ന് വരുന്ന ലൈൻ എപ്പോഴും D എന്ന് തന്നെയാണ് വരിക. ആൻഡ് ദ ടെയിൽ പീസ് ഓൾവേസ് കീപ്സ് ദ റൈം C. ഓക്കെ, അപ്പോൾ ടെയിൽ പീസിൻ്റെ റൈമിന് മാറ്റമില്ല, അത് C തന്നെയാണ്. ഇനി എവിടെ മാറ്റം വരുന്നത്? ഈ ഒരൊറ്റ പാർട്ട് മാത്രമാണ്. ഈ ഒരു ടെസെറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല, കാര്യം ക്വാട്രൈനായിട്ട് കിടക്കാൻ പറ്റിയ ടെസെറ്റൊന്നും അല്ല കേട്ടോ. ക്വാട്രൈനിൽ ആദ്യത്തെ 3 വരി, ആ 3 വരിയുടെ റൈം എന്ന് പറയുന്നത് DBC എന്ന് വരും, അടുത്ത DCB എന്ന് വരും. DBC DCB തിരിഞ്ഞു പോയി ഓർക്കണം. പൈറ്റ് ബ്യൂട്ടിക്കാണ് ഈ DBC. DCB വരുന്നത് പീസിനാണ്.
ഓക്കെ, ഇതായിരുന്നു ഇതിൻ്റെ റൈം സ്കീം. അപ്പോൾ ഏതാണ്ട് റൈമിലൊക്കെ ഒരു സാമ്യം നമുക്ക് കാണാം, ഓർമ്മയില്ലേ? നേരത്തെ വന്നതിലൊക്കെ ഇതുപോലെയൊക്കെ ചില റെപ്പറ്റീഷൻസ് നമ്മൾ കണ്ടിരുന്നു, ചില ഇൻ്റർടൈനിങ് കണ്ടിരുന്നു. ഇതൊക്കെ ഇവിടെയും പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ദ റൈം ഈസ് എൻ്റർലി ഡിഫറൻറ്റ്. ഇങ്ങനെ ഉണ്ടാക്കിയ ഈ കവിതാരൂപത്തെ വിളിച്ച പേരാണ് കർത്താൽ സോണറ്റ്. കർത്താൽ സോണറ്റ്. ഓക്കെ, സോ ഈ രണ്ട് ലെസൺസ്, അതായത് സോണറ്റും കർത്താൽ സോണറ്റും, ഇത് രണ്ടും ചേർന്നായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഓഡിയോ നോട്ട്സ് കിട്ടുക. ഓഡിയോ നോട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഓഡിയോ നോട്ട്സ് എങ്ങനെ പഠിക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് തന്നെ തീരുമാനിക്കുക. നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടല്ലേ പറഞ്ഞത്, ഇത് വളരെ ചുരുക്കിയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്ലേ ചെയ്ത് ആ പോയിന്റുകൾ മാത്രം മനസ്സിൽ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ആണേ. ഇനി നിങ്ങളിപ്പോൾ ഇത് പഠിക്കാനായിട്ടിരുന്ന് കേൾക്കണം എന്നും ഞാൻ പറയുന്നില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആകാം, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകാം, ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്തേക്കുക. നിങ്ങളുടെ മനസ്സ് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലൊന്നും പ്രോബ്ലം ഇല്ല. നിങ്ങൾ ജസ്റ്റ് പ്ലേ ചെയ്തേക്കുക. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമുക്ക് കുറേ കൂടെ പവർഫുൾ. പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ എളുപ്പം അതാണ്. ഒരു എക്സാമ്പിൾ ഓർത്ത് നോക്കിയേ. ഒരു പുതിയ സിനിമ പാട്ടിറങ്ങി. നമ്മൾ ആരെങ്കിലും ഈ സിനിമ പാട്ട് എഴുതിയെടുത്ത് പഠിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ഈ സിനിമ പാട്ട് പോപ്പുലർ ആണെങ്കിൽ നമ്മൾ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പ്ലേ ചെയ്തേക്കും അല്ലേ? ഇങ്ങനെ പ്ലേ ചെയ്തേക്കുന്ന ഈ പാട്ടുകളെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ അറിയാതെ പാടും. നമ്മൾ പഠിക്കാൻ ശ്രമിച്ചോ? ഇല്ല, അറിയാതെ അങ്ങ് പഠിച്ചതല്ലേ. ഇതാണ് ആ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്ന രീതി. നമുക്ക് വേണ്ടതും അതുതന്നെയാണ്. കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ്, വി ഹാവ് ടു റിമെമ്പർ ദ പോയിന്റ്സ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്കുക. ഇതങ്ങ് മനസ്സിൽ കയറിക്കൊള്ളും. നിങ്ങളതല്ല ശ്രദ്ധിക്കുന്നെങ്കിൽ പോലും മനസ്സിൽ കയറിക്കൊള്ളും. പല പ്രാവശ്യം കേൾക്കുന്നതല്ലേ. അതുപോലെ ഈ ഫയൽസ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. ഇത് കീപ്പ് ചെയ്യാം. നമുക്ക് എൻഡ് വരെ ആവശ്യമുണ്ട്. ആപ്പിൽ ഇതുണ്ടാവും, എന്നാലും എൻഡ് വരെ നിങ്ങൾക്കിത് ആവശ്യമുണ്ട്. ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. റിവിഷൻ വർക്കിനൊക്കെ നിങ്ങൾ ഈ ലെസൺസ് ഇനി വീണ്ടും കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ പോയിൻറ്റ്സ് കിട്ടിയാൽ പോരെ. അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന മോഡൽ. ആദ്യം ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്. ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീറ്റെയിൽഡ്, പക്ഷേ ഡീപ്പായിരിക്കും. ഓക്കെ, വേണ്ട പോയിൻറ്റ്സ് എല്ലാം ഇപ്പം നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എവിടെയാണ് ഈ ടേം ആദ്യം ഉപയോഗിച്ചത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. ഈ പോയിൻറ്റ്സ് ഡീപ്പായിരിക്കും, പക്ഷേ പോയിൻ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് പോകില്ല. പ്ലസ് പഠിക്കാൻ വേണ്ടി തരുന്ന ഓഡിയോ നോട്ട്സിൽ വെറും പോയിൻ്റ് മാത്രമേ ഉണ്ടാവൂ, വിത്തൗട്ട് റെപ്പറ്റീഷൻസ്. ഓക്കെ, ഒരു റെപ്പറ്റീഷനും ഇല്ല, വെറുതെ ഓഡിയോ നോട്ട്സ്. നിങ്ങൾ വെറുതെ അത് 2 പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് കൂടെ ചോദ്യം പറയുമ്പോൾ ഉത്തരവും കൂടെ പറഞ്ഞ് ശീലിക്കുക. നിങ്ങളോട് ഒറ്റ കാര്യമേ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങളൊരു ക്ലാസ്സിന് പോകണമെങ്കിൽ നിങ്ങൾ തയ്യാറാകാൻ എടുക്കുന്ന സമയമുണ്ട്, യാത്ര ചെയ്യുന്ന സമയമുണ്ട്, അവിടെ പോയി ക്ലാസ് തുടങ്ങാൻ ചിലപ്പോൾ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയമുണ്ട്, ഇടയ്ക്ക് വരുന്ന ബ്രേക്കുകളുണ്ട്. ഇങ്ങനെ കുറേ സമയം നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട് അല്ലേ? ആ ടൈമിൻ്റെ ഒരു 10-1 നിങ്ങൾ ഈ ലെസൺസ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഉറപ്പായിട്ടും നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം മനസ്സിരിക്കും. കൃത്യമായിട്ട് നമുക്ക് ടെസ്റ്റ് എഴുതാൻ എളുപ്പവുമായിരിക്കും. അതുകൊണ്ട് ആ ടൈമെങ്കിലും ഇതിനു വേണ്ടി ഒന്ന് ഉപയോഗിക്കുക. ഡീറ്റെയിൽഡ് ക്ലാസ് കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ പോയിൻറ്റ്സിൻ്റെ ഓഡിയോ നോട്ട്സ് വരുമ്പോൾ കറക്റ്റ് കേട്ട് നോക്കിയാലും മതി. അറിയാവുന്ന ടോപ്പിക്കാണെന്ന് വെച്ചോ, നിങ്ങൾ ക്ലാസ് കേൾക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ചിലർക്ക് ഇതിൽ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരിപ്പോൾ ഒരു പോയൊക്കെ എടുക്കുമ്പോൾ എലിജി റിട്ടേൺ ഇൻ കൺട്രി ചർച്ചയാർ, അതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കാം. എങ്കിൽ ആ ലെസൺ മൊത്തം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അതിലെ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ഒരു പോയിൻ്റ് എക്സ്ട്രാ അതിൽ വരുന്നുണ്ടാവും. അതിനു വേണ്ടി അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? സോ താങ്ക് യു.